ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. 1,10,000 വിവാഹങ്ങൾ കേരളത്തിൽ ഒരു വർഷം നടക്കുമ്പോൾ 30,000 ഡിവോഴ്സ് നടക്കുന്നു. അഥവാ 40% ഗ്രോത്തിലേക്ക് ഡിവോഴ്സ് എത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ബ്രേക്കപ്സ് വിതൗട്ട് ബ്രേക്ക്. ഒരു നിയന്ത്രണവുമില്ലാതെ വിവാഹമോചനങ്ങൾ തുടർക്കഥയായി കൊണ്ടിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം മനുഷ്യന്റെ ജീവിതത്തിലെ ഫുഡ് ക്ലോത്ത് ആൻഡ് ഷെൽട്ടർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് നോജേഷ് ഭായ്, സെക്സ്വൽ സാറ്റിസ്ഫാക്ഷൻ, ഗ്രാറ്റിഫിക്കേഷന്റെ പരാജയമാണ് ഈ ദുരവസ്ഥയിലെ പ്രധാന കാരണം. We pretend that we know everything about sex, especially males. They think that they are megalomaniacs. എനിക്കെല്ലാം അറിയാം. ചില ഘട്ടങ്ങളിലെങ്കിലും അത് പറയും. നമ്മൾ പറയാറുണ്ട്, ട്രഡീഷണലി പഴയ ആളുകൾക്ക് ഇതിനെക്കുറിച്ച് വലിയ വിവരമുണ്ട്. ഇന്നലെ രാത്രി എൻ്റെ ഉറക്കം കളഞ്ഞത് ഇങ്ങനെ ഒരു അനുഭവമാണ്. 12:30 എനിക്ക് ഫോൺ വരികയാണ്. ഹസ്ബൻഡിനും വൈഫിനും വീട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല. റീസൺ ഈസ് മദർ-ഇൻ-ലോ. അപ്പൊ ഞാൻ ചോദിക്കുകയാണ് അവരോട്, പീപ്പിംഗ് ടോം ഉണ്ടോ, ഒളിഞ്ഞു നോക്കുന്നുണ്ടോ? യെസ്. നിങ്ങൾ ഒരുമിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ മദർ-ഇൻ-ലോക്ക് പ്രോബ്ലംസ് വരാറുണ്ടോ? ഉണ്ട്. നിങ്ങൾ ടൂർ പോകാൻ വേണ്ടി തീരുമാനം എടുക്കുമ്പോൾ അപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നമായി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ടോ? ഉണ്ട്. സോ ദ ഫാമിലീസ്, എസ്പെഷ്യലി ദ ഫിമെയിൽസ്, ഒരു 3 വർഷം വരെ, ഒരു 3, 4, 5 വർഷം വരെ ഫിമെയിൽസ് വെയർ ലിവിങ് ആസ് മാരീഡ് വിഡോസ്. കല്യാണം കഴിഞ്ഞിട്ട് വിധവകളായി ജീവിക്കുന്ന രീതിയിൽ. ഒന്നുകിൽ സെക്സിനെ കുറിച്ച് അറിയില്ല, ഇതൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊരു ബോധം എവിടുന്നോ കിട്ടി, അങ്ങനെ ജീവിച്ചു വന്ന ട്രഡീഷണൽ ഫാമിലീസ്. എന്ന മോഡേൺ ഫാമിലിയിലാ ഹസ്ബൻഡ് ആൻഡ് വൈഫ് 4 വർഷം പ്രണയിച്ച് കല്യാണം കഴിഞ്ഞ് 1.5 വർഷമായിട്ട് കൺസീവ് ചെയ്യുന്നില്ല. അപ്പൊ അവർ ബ്ലെയിം ചെയ്യാണ്. ബിക്കോസ് ഹസ്ബൻഡ് പറയുന്നു വൈഫിന് അറിയില്ല സെക്സ്, വൈഫ് പറയുന്നു ഹസ്ബൻഡിന് അറിയില്ല. വൈഫിന് അവളുടെ ഫ്രണ്ട് കൊടുത്തിട്ടുള്ള ഒരു നിർദ്ദേശം കോളർ ചെയ്യണമെന്നാണ്. നിയാസ് ഭായിക്ക് അറിയാമെന്ന് അറിയില്ല. കോളർ, നമ്മൾ ഡോഗിനെ കോളർ ചെയ്ത് കൊണ്ടുവരില്ലേ, എന്നിട്ട് ഫോർപ്ലേസ് ചെയ്യിപ്പിക്കുക. ഫ്രം വേർ ഡിഡ് ഷീ ഗെറ്റ് ദറ്റ് ഇൻഫർമേഷൻ? വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ബാസിൽ സർ. എന്ത്? ഫോൺ ടിവിയിൽ അവർ ആക്ട് ചെയ്യുന്നത് കണ്ടിട്ട് അതാണ് സെക്സ് എന്ന് വിചാരിക്കുന്ന മരമണ്ടന്മാർ. ആക്ച്വലി എന്താണ് സെക്സ്? സെക്സ് ഇസ് എ സയൻസ്. മറ്റെല്ലാ സംഭവങ്ങളും നിങ്ങൾക്ക് ഉണ്ടായി, നിങ്ങൾ ട്രെയിനിങ്ങിൽ പങ്കെടുത്തു, നിങ്ങൾ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തു, ഒരുപാട് മാനേജ്മെന്റ് ഒക്കെ പഠിച്ചു, നിങ്ങൾ വലിയ വലിയ സംഭവമായി. അൺടിൽ ഓർ അൺലെസ് യു ആർ സാറ്റിസ്ഫൈഡ് അറ്റ് ഹോം, ഇഫ് യു ആർ അൺഎബിൾ ടു സാറ്റിസ്ഫൈ യുവർ പാർട്ട്ണർ, എവറിഥിങ് വിൽ ബി എ വേസ്റ്റ്. സെക്സ് എന്ന് പറയുന്നത് ദാറ്റ് സയൻസ്. There are 6 phases: anticipation, excitement, plateau, then orgasm, the last thing, resolution. Anticipation എന്താ? റസക് ഭായിക്ക് തോന്നുകയാണ് ഇന്നൊന്ന് സെക്സ് ചെയ്യണം. But you should get the consent from your partner before that. പല കാരണങ്ങളും കൊണ്ടും അവർക്ക് അന്ന് പറ്റാത്തതുണ്ടാവും. ബിക്കോസ് there is no communication. This is not fun. These are happening in our families. Second one, excitement. എക്സൈറ്റ്മെന്റിന്റെ സമയത്ത് സൈക്കോളജിക്കൽ, ഫിസിയോളജിക്കൽ ഒരുപാട് ഫാക്ടേഴ്സ് അവിടെ സംഭവിക്കുന്നുണ്ട്. ഈവൻ ലിപ് ടു ലിപ് കിസ്, ദാറ്റ് ഇസ് ഫോർപ്ലേസ് എന്താണെന്ന് അറിയില്ല. ഇപ്പൊ ഇവിടെ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അറിയുന്ന ആളുകൾ ചുരുക്കമാവും. ഐ എം ഗോയിങ് ടു ടേക്ക് ഇറ്റ് ആസ് എ ചലഞ്ച്. സമയമില്ലാത്തതുകൊണ്ട് പോകുന്നില്ല. ലിപ് ടു ലിപ് കിസ്, കഡ്ലിങ്, ഇതൊക്കെ അനിവാര്യമാണ്. അല്ല നേരെ ചെന്നങ്ങ് ചെയ്യല്ല. സുഖം തോന്നുന്നുണ്ടല്ലോ റഫീഖ് ഭായ്. ദീസ് ആർ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ്. 6 സെക്കൻഡ് നോട്ട് ചെയ്തോ, 6 സെക്കൻഡ് ലിപ് ടു ലിപ്പ് കിസ് ചെയ്യണം. ദീസ് ആർ ദ പാർട്സ് ഓഫ് അവർ എക്സൈറ്റ്മെന്റ് ഫേസ്. ഫോർപ്ലേസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ലിപ് ടു ലിപ് കിസ്. ഒരു 7 മിനിറ്റ് എങ്കിലും പാർട്ട്നേഴ്സ് തമ്മിൽ അറ്റ് എ ടൈം അല്ല കേട്ടോ, ഇനി അത് പോയി ചെയ്യല്ലേ, 6 സെക്കൻഡ്സ് വേണം
അപ്പോ ആ സംഗതി കറക്റ്റ് ആവണം. എക്സൈറ്റ്മെന്റ് ഇതൊക്കെ ഓരോന്നും ഓരോ ദിവസം പറയാനുള്ള വിഷയങ്ങളാണ്. ദെൻ ദ സെക്കൻഡ് തിങ് ദാറ്റ് ഈസ് പ്ലാറ്റു എന്താ പീക്ക് ലെവലിൽ നിൽക്കുന്ന സമയം. ജെനിറ്റിൽ എറക്ട് ചെയ്യും, നിപ്പിൾ ഹാർഡൻ ആവും. ആ സ്റ്റേജ് അവിടെ നമ്മൾ പാലിക്കപ്പെടേണ്ട സോ ദാറ്റ്സ് റൈറ്റ് എന്നൊക്കെ പറയുന്ന ആ ശബ്ദം പുറപ്പെടുവിക്കുന്ന ഘട്ടങ്ങൾ. ദെൻ ദ തേർഡ് തിങ് ഓർഗാസം. ഇജാക്കുലേഷൻ സംഭവിക്കുന്നു, വെജൈനൽ ലൂബ്രിക്കേഷൻ സംഭവിക്കുന്നു, ദാറ്റ് ഈസ് ഓർഗാസം. ദെൻ റെസൊല്യൂഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്റർകോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാലും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എന്തുകൊണ്ട് പരാജയപ്പെടുന്നു? ദർ ഇസ് നോ കമ്മ്യൂണിക്കേഷൻ, ഇഗ്നറൻസ്. ഇതൊക്കെ മാറ്റി നല്ല സെക്ഷൽ ലൈഫിലേക്ക് വരാൻ എൻ്റെ VNA മെമ്പേഴ്സിന് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ലെറ്റ് മീ സൈൻ ഓഫ്. ഹാപ്പി സെക്സ്, ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക് യു.